സെറിബ്രൽ ലേണിംഗ് 10ാം ക്ലാസ്സിലെ ജേർണിയിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് നല്ല ഐശ്വര്യമായി പ്രാർത്ഥിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. കെമിസ്ട്രിയിലെ നോബൽ സമ്മാനം ലഭിച്ച രണ്ടുപേരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ബയോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് ആ രണ്ടുപേര്? നമ്മുടെ ജെന്നിഫറും അതുപോലെ തന്നെ ഇമ്മാനുവലിയും. ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇവര് ജീനുകളെ എഡിറ്റ് ചെയ്തു. ജീനൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ജീനുകളെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പം അതിനുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ച ആളുകളാണ് നമ്മുടെ ജെന്നിഫറും ഇമ്മാനുവലും കേട്ടോ. അപ്പം അവർ കണ്ടുപിടിച്ച് നമ്മുടെ ടെക്നോളജിയുടെ പേരെന്ന് കണ്ടുപിടിച്ച് അതിന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ക്രിസ്പർ കാസ്9 എന്ന് പറയുന്ന ഒരു ജീൻ എഡിറ്റിംഗ് പ്രോസസ്സിലൂടെയാണ് അവരെന്ത് ചെയ്തത്? ജീനുകൾ എഡിറ്റ് ചെയ്തത്. എങ്ങനെയാണ് ഈ ജീൻ എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ജീനിന് പ്രശ്നം ഉണ്ടാവുമല്ലോ, ആ പ്രശ്നമുള്ള ജീനങ്ങ് എടുത്തിട്ട് എവിടെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു സിസർ എടുത്ത് കട്ട് ചെയ്ത് ജീന് എഡിറ്റ് ചെയ്യേണ്ട സ്ഥലം എടുത്ത് മാറ്റുക. എന്നിട്ട് ജീന് അതേപോലത്തെ നമ്മൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കട്ട് ചെയ്ത് ആ പ്രശ്നമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അതേപോലത്തെ ഹോമോലോഗസ് സിമിലർ ആയിട്ടുള്ള ഭാഗം വേറൊരു ജീനിൽ നിന്നെടുത്ത് അതേപോലെ എടുത്ത് അവിടെ തുന്നിക്കൂട്ടി വെക്കുക. അതാണ് ജീൻ എഡിറ്റിംഗ്. വിശ്വസിച്ചോ? എനിവേ, ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ് ക്രിസ്പർ കാസ്9 എന്ന് പറയുന്ന ടെക്നോളജിയുടെ പേര് മാത്രം ഇപ്പം നിങ്ങൾ പഠിച്ചാൽ മതി. എങ്ങനെയാണ് അത് ചെയ്യാന്നോ ഇന്നൊന്നും പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രോ ആണ്. എന്താണ്? നോബൽ പ്രൈസ് 2020 നമ്മുടെ ജെന്നിഫറിനും ഇമ്മാനുവലിനും ക്രിസ്പർ കാസ്9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജിക്കാണ് കിട്ടിയത് എന്നും ഇങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ ഈ ജനിതകപരമായിട്ടുള്ള അസുഖങ്ങൾ, ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഈ ഒരു ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ. പിന്നെ അതിൽ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. മനുഷ്യന്മാരിൽ മാത്രമല്ല കേട്ടോ, നല്ല പ്ലാന്റ്സിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. എങ്ങനെ? ഒരുപാട് കീടങ്ങൾക്കും രോഗങ്ങൾക്കെതിരെ നമുക്ക് ഈ ജീൻ എഡിറ്റിംഗ് വഴി നമുക്ക് സെറ്റാക്കി ആ പുതിയ അടിപൊളി പ്ലാന്റ്സിനെ നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണോ ഇതുവരെ? അപ്പം ജീൻ എഡിറ്റിങ്ങിൻ്റെ നമ്മുടെ കഥയും നോബൽ സമ്മാനമൊക്കെ കിട്ടിയെന്ന് കേട്ടപ്പോഴേ നമ്മുടെ അമ്മു എന്നാണ് നമ്മുടെ ഈ ക്യാരക്ടറിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. ഓക്കെ, നമ്മുടെ അമ്മുവിനൊരു സംശയം എന്താണ്? എങ്ങനെയാണ് ഈ ജീൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണേ? ജീനുകളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കൂടെ പറ്റണില്ല അല്ലേ, പിന്നെയാണോ ജീൻ എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കണേ. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ സംശയം വന്നോ എന്നൊക്കെ അറിയില്ല. നേരത്തെ ഞാൻ ജീൻ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കുറേ തള്ളിയിരുന്നു. അതും കൂടി വിശ്വസിച്ചോ നിങ്ങൾ? അത് ഞാൻ ചുമ്മാ പറഞ്ഞാണേ. എനിവേ, ബാക്കി പറഞ്ഞതൊക്കെ ശരിയാണ്. ആ ജീൻ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കുറച്ച് തള്ളിയതാണ്. എനിവേ, അതുപോലും മനസ്സിലാകാതെ ഇരുന്ന് കേട്ടവരാണ് നമ്മൾ അല്ലേ. പിന്നെയാണോ ഈ ജീൻ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക, കണ്ണോട് കാണാൻ പറ്റാത്തതാണ്, അങ്ങനെ ഒരു സംശയം നമുക്ക് വരണേ? അങ്ങനെ വന്നോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ഭാഗം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അതിനെപ്പറ്റി അറിയാൻ നമ്മൾ എന്താണ് ജീനുകളെന്നും നമ്മുടെ ബോഡിയിലെ DNA പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം DNA പറ്റിയിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. DNA പറ്റിയിട്ടും ജീനുകളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. എന്താണ് ടോപ്പിക്ക്? ലൊക്കേഷൻ ഓഫ് DNA. നമ്മൾ DNA എവിടെയാണ്? നമ്മൾ DNA എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. എന്താണ് DNA ഫുൾ ഫോം? നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് നോക്കട്ടെ. എന്താണ് DNA ഫുൾ ഫോം? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, എന്താണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്? അറിയാത്തവർ 2 വട്ടം എഴുതി നോക്കിയോളൂ. ഓക്കെ, അപ്പോൾ എന്താണ് DNA ഫുൾ ഫോം ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി എവിടെയാണ് DNA ഇരിക്കുന്നത്? ലൊക്കേഷൻ ഓഫ് DNA എവിടെയാണ്? നമുക്കറിയാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ് അല്ലേ, കുറേ സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെല്ലിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു തലവനുണ്ടല്ലോ, ആരാണത്? ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ ആരുള്ളത്? DNA ഉള്ളത്. ഈ DNA എവിടെയാണ് കാണുന്നതെന്നറിയോ? ഒരുപാട് ത്രെഡ് പോലെ, നൂലുകൾ പോലെ ഓരോ സ്ട്രക്ചേഴ്സ് നമ്മുടെ ന്യൂക്ലിയസിലുണ്ട്. അതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുക. ആ ക്രോമസോമിലാണ് നമ്മുടെ DNA ഒളിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ എവിടെയാണ് DNA എന്നറിയാലോ?
ഈ DNA ഇങ്ങനെ ചുരുണ്ടുകൂടി കോയിലായിട്ടാണ് ശരിക്കും ക്രോമസോം ഉണ്ടാവുക. നമ്മുടെ ക്രോമസോം ന്യൂക്ലിയസിലാണുള്ളത്. ആ ന്യൂക്ലിയസ് നമ്മുടെ സെല്ലിലാണ്. ക്ലിയർ ആണോ? DNA ലൊക്കേഷൻ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എങ്ങനെയാണ് DNA ഇരിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആരാണത് കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മുടെ DNA സ്ട്രക്ചർ ഉണ്ടായ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു സാഡ് സ്റ്റോറിയാണ് ശരിക്ക്. 4 പേരാണ് ഇതിന് പിന്നിൽ ശരിക്ക് പരിശ്രമിച്ചത്. നമ്മുടെ DNA സ്ട്രക്ചർ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ആദ്യം 2 പേര് റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ തമ്മിൽ ഒരുപാട് പഠനങ്ങൾ നടത്തി. അവരുടെ പഠനങ്ങളെ പറയുന്നതാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടുപിടിക്കുമ്പം കുറേ ഫോട്ടോസൊക്കെ എടുത്തു വയ്ക്കുമല്ലോ. എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജസ് ഒക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് DNA. അതിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ ആണ് ഫോട്ടോ 51. അതിൻ്റെ ഫോട്ടോ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ നോക്കിയപ്പോഴാണ് നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും നമ്മുടെ ശരിക്കുള്ള DNA സ്ട്രക്ചർ മനസ്സിലായത്. അന്ന് റോസാലിൻഡ് ഫ്രാങ്ക്ലിനെ മനസ്സിലാവാത്തത് നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും കത്തി. അങ്ങനെ അവർ എന്ത് ചെയ്തു? DNA സ്ട്രക്ചർ പറയുവാണ് ചെയ്തത്, പ്രസൻറ്റ് ചെയ്തു. എന്താണ് DNA സ്ട്രക്ചർ? ഡബിൾ ഹെലിക്കൽ മോഡലാണ് നമ്മുടെ DNAക്ക് എന്നൊക്കെ നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും പറഞ്ഞു വെച്ചു. പക്ഷെ ശരിക്കും ആരാണ് നല്ലോണം പരിശ്രമിച്ച് കണ്ടുപിടിച്ചത്? വിൽക്കിൻസും ഫ്രാങ്ക്ലിനും അല്ലേ. റോസാലിൻഡ് ഫ്രാങ്ക്ലിനും വിൽക്കിൻസും കുറേ പഠിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ഫോട്ടോസ്, ഈ സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്തത്. അങ്ങനെ ഇത്രയും പഠനങ്ങൾ നടത്തിയവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് നോബൽ സമ്മാനം കൊടുക്കണം. അങ്ങനെ നോബൽ സമ്മാനം കൊടുക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ അപ്പോഴത്തേനും മരിച്ചു പോയിരുന്നു. അപ്പോൾ റോസാലിൻഡ് ഫ്രാങ്ക്ലിന് ശരിക്കും ഒരു ക്രെഡിറ്റും ഇതിൽ കിട്ടിയില്ല അല്ലേ. ബാക്കി 3 പേർക്കുമാണ് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് അതിൻ്റെ കോൺട്രിബ്യൂഷന് എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, ദേ നമ്മളിപ്പോൾ പഠിച്ച 4 പേരുടെയും ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോസാലിൻഡ് ഫ്രാങ്ക്ലിനെ നോക്കിക്കേ, പാവല്ലേ, 37ാമത്തെ വയസ്സിൽ മരിച്ചു പോയേ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇവർ 4 പേരും കിണഞ്ഞ് പരിശ്രമിച്ച് കണ്ടുപിടിച്ച നമ്മുടെ DNA സ്ട്രക്ചറാണ്. നമുക്ക് ജസ്റ്റ് എന്ത് വേണ്ടോ? അവർ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കേട്ട് പഠിച്ച് കണ്ട് അല്ലേ, ഈ പറയുന്നതൊന്ന് കേട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ സംഭവം ക്ലിയർ ആയി. നമുക്ക് എന്ത് ചെയ്യണ്ട? ഇതൊന്നും കഷ്ടപ്പെട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് ഫോട്ടോസ് എടുത്ത് ഫോട്ടോ നോക്കി എന്താണ് സ്ട്രക്ചർ എന്ന് നോക്കി പഠിക്കണോ? വേണ്ട. നമുക്ക് ജസ്റ്റ് ആ തിയറി ഒന്ന് മനസ്സിലാക്കി അത് പഠിക്കേ വേണ്ടൂ. അത് ചെയ്യാൻ പറ്റുമോ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ഇത് കണ്ടുപിടിച്ചവരെ പറ്റിയിട്ടും അവരുടെ സ്റ്റോറിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി റെസ്പെക്റ്റോട് കൂടി പഠിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് അല്ലേ നമ്മൾ പഠിക്കൂലേ? യെസ്. സോ ലെറ്റ് സ്റ്റാർട്ട് സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് DNA. നമ്മുടെ DNA ശരിക്കും എങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? ഒരു കോണി പോലെ, ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വളഞ്ഞ കോണി പോലെയാണ് നമ്മുടെ DNA ശരിക്കുള്ളത്. ഈ DNA ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ യൂണിറ്റുകൾ വെച്ചിട്ടാണ്. എന്താണ്? കുറേ കുഞ്ഞു യൂണിറ്റുകൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ ശരിക്കൊരു DNA. ആ കുഞ്ഞു യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡ് ആണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. നമ്മളൊരു വീട് വെക്കുമ്പോൾ എങ്ങനെയാ? ഒരു ഇഷ്ടിക കഷ്ണം ആദ്യം വെക്കും, പിന്നെ അതിൻ്റെ മുകളിൽ വെക്കും, അങ്ങനെ വെച്ച് നമ്മൾ വലിയ വീട് പണിയൂലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ DNA പണിയുമ്പോഴും. ഈ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം നമ്മളൊരു ന്യൂക്ലിയോടൈഡ് വെക്കും, അതിന് മുകളിൽ വേറെ ന്യൂക്ലിയോടൈഡ്, അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ DNA. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? DNA സ്ട്രക്ചർ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ന്യൂക്ലിയോടൈഡിനെ അറിയണം. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നും ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കണേ അതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ DNA നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ന്യൂക്ലിയോടൈഡ് ആണ് മക്കളെ നമ്മുടെ DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. 3 സംഭവങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ഷുഗറാണ്. എന്താണ്? ഷുഗർ. രണ്ടാമത്തെ ഒരു മോളിക്യൂൾ, ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. മൂന്നാമത്തെ നൈട്രജൻ ബേസ്. എന്തൊക്കെയാണ്? ഒരു ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയാം. നമ്മുടെ ഷുഗറിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം.
ആ ഷുഗറിൻ്റെ പേരാണ് ഡിയോക്സി റൈബോസ്. ഡി എൻ എയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നല്ലേ? അതിൽ ആദ്യത്തെ പേര് വന്നിരിക്കുന്നത് നമ്മുടെ ഷുഗറിൻ്റെ പേര് ഡിയോക്സി റൈബോസ് എന്നായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ പേര് പഠിച്ചില്ലേ? ഡി എൻ എയിൽ കാണുന്ന ഷുഗറാണ് ഡിയോക്സി റൈബോസ്. ഓക്കെ, അപ്പോൾ അതിൽ നീല കളറിൽ കാണുന്ന മെയിൻ ബോഡിയാണ് നമ്മുടെ ഷുഗറിൻ്റെ. ആ നീല കളറിൽ കാണുന്ന എത്ര കോർണേഴ്സ് ഉണ്ട്? 5 കോർണേഴ്സ് അല്ലേ? അപ്പം അതുകൊണ്ട് ഒരു 5 കാർബണുള്ള ഒരു ഷുഗർ മോളിക്യൂളാണ് നമ്മുടെ ഡി എൻ എയിൽ കാണുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ മെയിൻ ആളാണ് ഫോസ്ഫേറ്റ്. എന്താണ് ഫോസ്ഫേറ്റ്? ഈ ഫോസ്ഫേറ്റ് എന്തിനാണ് ന്യൂക്ലിയോടൈഡിൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ബോണ്ടുകൾ ഫോം ചെയ്യാനാണ്. ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് അങ്ങ് പരന്ന് കിടക്കുമ്പോഴേ ഈ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ കണക്ട് ചെയ്യണ്ടേ, ലിങ്ക് ചെയ്യണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂള്. അപ്പോൾ ഫോസ്ഫേറ്റിനെ പറ്റി മനസ്സിലായില്ലേ? എന്തൊക്കെയുണ്ട് ഇപ്പോൾ? ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി, ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട് എന്ന് മനസ്സിലായി. മൂന്നാമത്തെ ആളാണ് നൈട്രജൻ ബേസ്. ഈ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡ് വേണ്ടേ? ഈ അമിനോ ആസിഡ് വേണ്ട വിധം പ്രൊഡ്യൂസ് ചെയ്യാനേ ഈ നൈട്രജൻ ബേസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പം അത്രയും മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ സ്ട്രക്ചർ, ഡി എൻ എയുടെ സ്ട്രക്ചറിൽ ന്യൂക്ലിയോടൈഡിൽ 3 സംഭവങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഒരു 5 കാർബണുള്ള ഷുഗർ ഉണ്ട്, രണ്ടാമത്തത് ഫോസ്ഫേറ്റ് ഉണ്ട്, മൂന്നാമത്തത് നൈട്രജൻ ബേസ് ഉണ്ട്. ഈ നൈട്രജൻ ബേസ് നമ്മൾ പഠിച്ചു 4 എണ്ണമാണ് നമ്മുടെ ഡി എൻ എയിലുള്ളത്. ഏതൊക്കെയാണ്? ആ ഫിഗർ നോക്കി പറഞ്ഞേ. എഡിനിൻ, A ഫോർ എഡിനിൻ, തൈമിൻ, T ഫോർ തൈമിൻ, G ഫോർ ഗുവാനിൻ, C ഫോർ സൈറ്റോസിൻ. ഇത് പഠിക്കണം കേട്ടോ, കാണാതെ പഠിക്കണം. ATGC, A ഫോർ എഡിനിൻ, T ഫോർ തൈമിൻ, G ഫോർ ഗുവാനിൻ, C ഫോർ സൈറ്റോസിൻ. ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പഠിച്ച നൈട്രജൻ ബേസസ് ഇല്ലേ 4 എണ്ണം, അതിൽ എയും ടിയും തമ്മിൽ നല്ല കൂട്ടുകാരാണ്. അതേപോലെ തന്നെ ജിയും സിയും ആണ് ഫ്രണ്ട്സ്. ആരൊക്കെയാണ്? എയും ടിയും, എഡനിനും തൈമിനും ആണ്. അവർ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാം. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് എണ്ണി നോക്കാം. 2 ബോണ്ടുകൾ ഉണ്ട് അവർ തമ്മിൽ. എത്ര? ഈ എയും ടിയും തമ്മിൽ 2 ബോണ്ടും ഈ ജി ഡിയും സി ഡിയും ഇടയിൽ 3 ബോണ്ടുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ജിയും സിയും തമ്മിലാണ്. 3 ബോണ്ട് ഉണ്ട് ഇവർ തമ്മിൽ. അപ്പം അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് എന്താണ്? നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ചെരിഞ്ഞ് വളഞ്ഞ കോണി പോലെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിലെ കോണിപ്പടികൾ, റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ പഠിച്ച നമ്മുടെ ATGC അതുപോലെയുള്ള നൈട്രജൻ ബേസസ് ഉപയോഗിച്ചാണ് നമ്മുടെ ഈ കോണിയിലെ കോണിപ്പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ATGC വെച്ചിട്ടാണ് കോണിപ്പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോണിക്ക് പിടിക്കാനുള്ള സാധനമില്ലേ, സ്ട്രാൻഡുകൾ, അതുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം പഠിച്ച 5 കാർബൺ ഷുഗർ വെച്ചിട്ടും നമ്മുടെ ഫോസ്ഫേറ്റ് ഉപയോഗിച്ചാണ് സ്ട്രാൻഡുകൾ എന്നും കൂടെ മനസ്സിലാക്കി വയ്ക്കാം. 2 സ്ട്രാൻഡുകളാണ് നമ്മുടെ ഡി എൻ എക്കുള്ളത്. ഇടയിൽ കോണിപ്പടികളായി, റങ്സായി നമ്മുടെ എന്തുണ്ട്? നമ്മുടെ നൈട്രജൻ ബേസസ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട്, നമ്മുടെ വാട്സനും ക്രിക്കുമാണ് നമ്മുടെ സ്ട്രക്ചർ പറഞ്ഞല്ലേ. അവർ നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചറിന് ഒരു പേരിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡബിൾ ഹെലിക്സ് മോഡൽ എന്നാണ് നമ്മുടെ ഡി എൻ എയുടെ അവർ പറഞ്ഞ മോഡലിൻ്റെ പേര്. എന്താണ്? ഡബിൾ ഹെലിക്സ് മോഡൽ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് വർക്ക് ഷീറ്റ് തന്നിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓരോ ക്വസ്റ്റ്യനും വായിക്കാം. അപ്പം നിങ്ങളൊന്ന് ഉത്തരം പറയാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ ഡി എൻ എ. ഡി എൻ എയിൽ എത്ര സ്ട്രാൻഡുകളാണുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സ്ട്രാൻഡുകളാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മോളിക്യൂൾ ഏതാണ്? ഷുഗറും ഫോസ്ഫേറ്റും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്, കോണിപ്പടികൾ, ആ പടികൾ പോലെയുള്ളത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മോളിക്യൂളുകൾ എന്തെല്ലാം? നമുക്കറിയാം ATGC. ഈ 4 ഉപയോഗിച്ചല്ലേ? 4 എന്താണ്? നമ്മുടെ
നൈട്രജൻ ബേസസ് ആണ്. ഇതുപയോഗിച്ചാണ് നമ്മൾ റങ്സുകൾ ഉണ്ടാക്കിയത് നമ്മുടെ മോളിക്യൂളിൻ്റെ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ സെറ്റാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ്. ഏതൊക്കെയാണ് ആ നൈട്രജൻ ബേസസ്? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ്? നമ്മുടെ അഡെനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് റങ്സ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? എ ടി, അതുപയോഗിച്ച് ഒരു കോണിപ്പടി. 2ാമത്തെ കോണിപ്പടി ജി സി, ഗുവാനിനും സൈറ്റോസിനും. അപ്പം അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കണ്ടില്ലേ, എക്കും ടിക്കും നമ്മൾ 2 വരയുണ്ട്, 2 ബോണ്ട് ഉണ്ട്. അതേപോലെ തന്നെ എഴുതണം. എ ടി ഇടയിൽ 2 വര, ജി സി ഇടയിൽ 3 വര. അങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് റങ്സ് എഴുതേണ്ടത്. ഇനി 6th ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. മോഡ് ഓഫ് നൈട്രജൻ ബേസ് ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എ ടി ജി സി അത് എഴുതി വെക്കാം. പിന്നെ 7th ക്വസ്റ്റ്യൻ, മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡുകളിലുള്ള മോളിക്യൂൾ 3 പറഞ്ഞോ വേഗം. ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് മോളിക്യൂൾ, നൈട്രജൻ ബേസസ്. സിമ്പിൾ. അപ്പോൾ നമ്മൾ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡി എൻ എയുടെ സൈസാണ്. എവിടെയാണ് ശരിക്കും നമ്മുടെ ഡി എൻ എ ഇരിക്കുന്നത്? ഓരോ സെല്ലുകളിലെ ന്യൂക്ലിയസിനകത്തെ ക്രോമസോമിലല്ലേ ഡി എൻ എ ഉള്ളത്. ആ ക്രോമസോമിൽ നമ്മൾ ഓരോ ക്രോമസോം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ക്രോമസോമിലുള്ള ഡി എൻ എയുടെ നീളം എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. എന്താ 2 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ ആണ് ഓരോ ക്രോമസോമിലും കാണുന്ന ഡി എൻ എയുടെ നീളം. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ്റെ ഒരു സെല്ലിൽ എത്ര ക്രോമസോമുകളുണ്ട്? നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ ഒരു സെല്ലിൽ 46 ക്രോമസോംസ് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ 46 ക്രോമസോമെന്നും ഡി എൻ എ ഒരുമിച്ച് കൂട്ടി നമ്മൾ നീളം നോക്കുവാണെങ്കിൽ എന്തോരം ഉണ്ടാവും എന്നറിയോ? ഒരു 6 അടി നീളം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ഉണ്ടാവും. ഒരു സെല്ലിലെ കാര്യം എന്നിട്ട് പറയണേ, ഒരു സെല്ലിലെ ഡി എൻ എ മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര നീളം ഉണ്ടാവും? 2 മീറ്റർ നീളം ഉണ്ടാവും എന്നാണ് പറയണേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ 1,00,000 കോടി എന്തുണ്ട്? സെല്ലുകളുണ്ട് അല്ലേ. അതെല്ലാം ആ ഡി എൻ എ എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 കോടി മൈലുകൾ നീളമുള്ള ഡി എൻ എ ആണ് നമുക്ക് കിട്ടുക. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഒരു 20 ലക്ഷം പ്രാവശ്യം ഭൂമി ചുറ്റാം. അങ്ങനെ ഭൂമി നമുക്ക് ചുറ്റി എടുക്കാം. അത്രമാത്രം നീളമുള്ള ഡി എൻ എ ആണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ. അത്രമാത്രം സൈസാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന ഡി എൻ എക്ക്. ഇതാണ് നമ്മുടെ അമ്മുവിൻ്റെ സംശയം നമ്മൾ നേരത്തെ തീർത്തു കൊടുത്തായിരുന്നു. അപ്പോൾ ഇവൻ എന്താണ് ഇപ്പോൾ സംശയം? ഹൗ ഡസ് സച്ച് എ ലാർജ് ഡി എൻ എ ഫിറ്റ് ഇൻ ടു ദ ക്രോമസോംസ് ഓഫ് ടൈനി സെൽസ്? നമുക്കറിയാം ഒരു സെല്ല് എത്ര കുഞ്ഞിതാന്നല്ലേ, അതിനും എത്ര ചെറുതായിരിക്കും ഒരു ക്രോമസോം. അങ്ങനെയാണെങ്കിൽ ആ ക്രോമസോമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഡി എൻ എ ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ അപ്പുവിൻ്റെ ഡൗട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായി സെറ്റാക്കി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും, പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. താങ്ക്